എല്ലാവർക്കും വന്ദനം. നല്ല ദിവസം തന്ന ദൈവത്തിന് സ്തോത്രം. ഈ ദിവസം നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകട്ടെ. പോകുന്നിടത്തെല്ലാം വഴികൾ തുറക്കട്ടെ. നിങ്ങൾ തൊടുന്നതെല്ലാം വിജയമാകട്ടെ. ഒരിക്കലും നിങ്ങളെക്കുറിച്ചൊരു നെഗറ്റീവ് പറയാതിരിക്കുക. ചിലർ പറയും എനിക്ക് സൗന്ദര്യം കുറവാണ്. ഈ സൗന്ദര്യം എന്ന് വിചാരിച്ചാൽ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ? നീണ്ട മൂക്കും നല്ല ചുണ്ടും ഒത്ത ശരീരവും അതാണോ സൗന്ദര്യം? നീണ്ട മുടിയും ഇതൊക്കെയാണോ സൗന്ദര്യം? അത് പകുതി പോലുമില്ല. യഥാർത്ഥ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന നല്ല വാക്കുകളും നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകളുമാണ് നമ്മുടെ സൗന്ദര്യം. ഒന്നുകൂടി പറയാം. സൗന്ദര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന നല്ല വാക്കുകൾ. നമ്മളൊരാളെ പ്രോത്സാഹിപ്പിച്ചാൽ, നമ്മളൊരാളെ ആശ്വസിപ്പിച്ചാൽ, നമ്മളൊരാൾക്ക് സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ, നമ്മളൊരാളെ ധൈര്യപ്പെടുത്തിയാൽ അതൊരു സൗന്ദര്യമാണ്. അതനുഭവിച്ച വ്യക്തി പറയും, എനിക്ക് ആ വ്യക്തിയെ ഒന്നുകൂടി കാണണം. എന്നെ ആശ്വസിപ്പിച്ച വ്യക്തിയെ, എന്നെ സ്നേഹിച്ച വ്യക്തിയെ, എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞ വ്യക്തിയെ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നല്ല സൗന്ദര്യം എന്ന് പറയുന്നത് പെണ്ണ് കാണാൻ പോയി, പെണ്ണ് നല്ല മിടിക്കുകയാണെന്ന് അറിയാൻ, മുടിയുണ്ട്, ഈ കൊഴിഞ്ഞു പോകുന്ന ഫെയ്ഡായി പോകുന്ന പുറമേ ഉള്ളതാണോ സൗന്ദര്യമല്ല. നല്ല വാക്കുകൾ, നല്ല പ്രവർത്തികൾ, നല്ല പെരുമാറ്റം, നല്ല ശുശ്രൂഷകൾ, അതുകൊണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ നിങ്ങൾക്ക് പൂർണ്ണമാക്കാൻ കഴിയും. പുറമേ കാണുന്ന സൗന്ദര്യം 10% കൂട്ടിക്കോ. ഒരുക്കവും അതിനുവേണ്ടി ദൂരെ സമയം കളയുന്നത്. എന്നാൽ യഥാർത്ഥ നിങ്ങളുടെ അലങ്കാരം മുടി പിന്നുന്നതോ പൊന്നണിയുന്നതോ അല്ല എന്ന് പത്രോസ് പറഞ്ഞത് അതാ. അക്ഷയഭൂഷണമായി അകത്തെ മനുഷ്യനാണ്. സൗന്ദര്യമെന്ന് പറയുന്നത് അകത്തെ മനുഷ്യനാണ്. സൗന്ദര്യം അകത്താണ്. സൗന്ദര്യം പുറത്തല്ല. പുറമേയുള്ള സൗന്ദര്യം താൽക്കാലികമാണ്. അകത്തെ സൗന്ദര്യം അത് നിലനിൽക്കുന്നതാണ്. യേശു 10,000-ങ്ങളിൽ അതിസുന്ദരൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യഹൂദന്റെ രൂപത്തിൽ ജനിച്ച യേശു വളർന്നപ്പോൾ പുറമേ ഉണ്ടായതാണോ? അല്ല. യേശുവിൻ്റെ സൗന്ദര്യം യേശു ചെയ്ത നന്മ പ്രവർത്തികളാണ്. യേശു ചെയ്ത ത്യാഗമാണ്. യേശു നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് യേശുവിൻ്റെ സൗന്ദര്യം. അതുകൊണ്ട് ഇന്നത് കേൾക്കുന്ന നിങ്ങളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കണം. നല്ല പെരുമാറ്റത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ നിങ്ങളുടെ സൗന്ദര്യത്തെ പൂർണ്ണമാക്കാൻ ഇന്നു മുതൽ അതിനായിട്ട് പ്രാർത്ഥിക്കുക. ഇത് ഒത്തിരി പേരോടുള്ള ദൂതാണ്. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇന്ന് നമുക്ക് റോമലേഖനം 5-ാം അധ്യായത്തിൽ തുടരാം. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ ധന്യമായിരിക്കും. 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രസംഗിച്ചു എന്നല്ല, പ്രദർശിപ്പിച്ചു. സ്നേഹം പ്രദർശിപ്പിക്കുന്നതാണ്. സ്നേഹം വാക്കുകളിലല്ല, സ്നേഹം പ്രദർശനത്തിലാണ്. നമ്മുടെ വീട്ടിലുള്ളവരെ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വാക്കിലല്ല, അവർക്ക് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ്, അവർക്ക് ചെയ്യുന്ന നന്മയിലാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കും. നമ്മുടെ വീട്ടിലെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങൾ അവധിക്കാലത്തുള്ള കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സഹായിക്കണം, നിങ്ങളുടെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ? രാപ്പകൽ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പിതാവിനെ മാതാവിനെ സ്നേഹിക്കുന്നുണ്ടോ?
സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. അവരെ അനുസരിക്കണം, അവരെ സഹായിക്കണം, അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് വാങ്ങി സർപ്രൈസ് കൊടുക്കണം. സ്നേഹം പ്രദർശിപ്പിക്കണം. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് അത് പ്രദർശിപ്പിക്കണം. എനിക്ക് എൻ്റെ സ്നേഹം ഉള്ളിലാണ്. ചില ഭർത്താക്കന്മാർ പറയും എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്. അത് പ്രദർശിപ്പിക്കണം. നിങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണ്. നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ അതിനൊരു ആക്ഷനുണ്ട്. അത് സാരി വാങ്ങിക്കൊടുക്കുന്നതല്ല. നിങ്ങൾ ഓരോ ദിവസവും സാരി മേടിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസവും നിങ്ങൾക്കൊരു പ്രദർശനം ആവശ്യമാണ്, വാക്കുകളും പ്രവർത്തികളും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. ദൈവം നമ്മോടുള്ള സ്നേഹം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ പ്രദർശിപ്പിച്ചു. സാക്രിഫൈസ്, അതിലൂടെയാണ് യേശു സ്നേഹം പ്രദർശിപ്പിച്ചത്. ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സ്നേഹം ദൈവം എന്താണെന്ന് കാണിച്ചു കൊടുത്തത് സാക്രിഫൈസാണ്. ഒരു കുടുംബം നിലനിൽക്കുന്നത് സാക്രിഫൈസിലൂടെയാണ്. അപ്പൻ കുടുംബത്തിന് വേണ്ടി സാക്രിഫൈസ്. അമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, വളരെ ലേറ്റായി കിടക്കുന്നു, കഷ്ടപ്പെടുന്നു, സാക്രിഫൈസ് ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളും ഇത് ശീലിക്കണം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സാക്രിഫൈസിലൂടെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം ചന്ദ്രനിൽ, മൂണിലേക്ക് പോവുക. കാരണം അവിടെ ആരുമില്ല, ആർക്കും വേണ്ടി ജീവിക്കേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയ സ്ഥലം നിങ്ങൾ മൂണിലേക്ക്. കാരണം അവിടെ പോകാൻ ആൾക്കാർ അതിനുള്ള സെറ്റപ്പ് എല്ലാമായി. നിങ്ങൾ അവിടെ പോയി പാർക്കുക. അവിടെ സാക്രിഫൈസിൻ്റെ ആവശ്യമില്ല. ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ത്യാഗപരമായി മറ്റുള്ളവരെ നമ്മൾ കരുതണം, സ്നേഹിക്കണം, ശുശ്രൂഷിക്കണം. ജീസസ് എവരിഡേ എല്ലാ ദിവസവും നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, ഈ പ്രോഗ്രാം വരുമ്പോൾ, ഇത് കുറേ പേര് സാക്രിഫൈസ് ചെയ്തിട്ടാണ്. പണം, സമയം എല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. എല്ലാ നല്ല കാര്യത്തിനും ചെലവുണ്ട്. തിന്മകൾക്ക് ഒരു ചെലവുമില്ല. നന്മയ്ക്ക് വളരെ വളരെ ചെലവുണ്ട്. ദൈവം സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ആ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് വാക്കിലും പ്രവൃത്തിയിലൂടെയും ത്യാഗപരമായി വെളിപ്പെടുത്തുക. ചെലവ് ചെയ്ത് സ്നേഹിക്കുക. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതിൻ്റെ പേരാണ് ആഗാപ്പെ. ചെലവ് ചെയ്ത് സ്നേഹിക്കുക. അടുത്ത വാക്യം, 9-ാമത്തെ വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികം കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നാം ദൈവ കോപത്തിൽ നിന്ന് പുറത്തു വരികയാണ്. ദൈവ കോപം, ന്യായം വിധിച്ച് നരകത്തിയിലെറിയുന്ന ദൈവത്തിൻ്റെ കോപം, ആ കോപത്തീയിൽ നിന്നാണ് ഈ രക്ഷിക്കപ്പെടലിലൂടെ നാം പുറത്തു വരുന്നത്. വലിയ ശിക്ഷയിൽ നിന്ന് നാം പുറത്തു വരികയാണ്. അതാണ് ദൈവം നമുക്ക് തന്ന സ്നേഹത്തിൻ്റെ പ്രദർശനം. 10-ാം വാക്യം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നു പുത്രൻ മുഖാന്തരം. എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികം രക്ഷിക്കപ്പെടും. നിരപ്പ് വന്ന ശേഷം പുത്രന്റെ ജീവനാൽ. ഇപ്പോൾ നാം അല്ല ജീവിക്കുന്നത്, നാം വീണ്ടും ജനിച്ചപ്പോൾ ഇപ്പോൾ നമ്മിൽ യേശു വളരുകയാണ്. യേശുവിനെ വളരാൻ അനുവദിക്കുക.
ഇനി നാം വളരാതെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ യേശു ക്രൂശിൽ മരിച്ചു, യേശുവിനോടുകൂടെ ഞാനും മരിച്ചു. ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ യേശു എന്ന് പറഞ്ഞാൽ പോരാ, യേശുവിനെ ജീവിക്കുവാൻ അനുവദിക്കുക. എവിടെ? നമ്മിൽ ജീവിക്കുവാൻ, നമ്മിൽ വളരുവാൻ. അവൻ്റെ വിത്ത് നമ്മിൽ വസിക്കുന്നു എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു. ആ വിത്ത് വളരണം. ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ വീഴ്ച എല്ലാവരും അറിയും. ഒരു മരം വീണാൽ എല്ലാവരും അറിയും, എന്നാൽ വളർച്ച ആരും അറിയില്ല. രഹസ്യമായി വളരുക, വളർന്നുകൊണ്ടേയിരിക്കുക, നന്മയിൽ വളരുക, ക്രിസ്തുവിൽ വളരുക. അടുത്ത വാക്യം, അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നു. നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ യേശു ക്രിസ്തുവിലൂടെയാണ് നാം പിതാവിനെ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നു. പിതാവേ നല്ലവൻ, അങ്ങ് മതിയായവൻ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നല്ലോ. അതിനാണ് നമ്മൾ ആരാധിക്കാൻ വരുന്നത്. ദൈവത്തെ പ്രശംസിക്കാനാണ്, ദൈവത്തെ പുകഴ്ത്തുവാനാണ്. അവൻ പുകഴ്ചയ്ക്ക് യോഗ്യനാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നീ സകലത്തെയും വിലക്ക് വാങ്ങി, സകല ഭാഷക്കാരെയും വിലക്ക് വാങ്ങി. മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ട് ആരാധിക്കുന്നു. പ്രശംസയ്ക്ക് യോഗ്യൻ, ബഹുമാനത്തിന് യോഗ്യൻ. ദൂതന്മാര് പോലും അവനെ ആരാധിക്കുന്നു. ഇത്ര വലിയ രക്ഷ മാനവജാതിക്ക് തന്ന പിതാവ് എത്ര വലിയവൻ. പുത്രൻ മുഖാന്തരം പിതാവിന് ലഭിക്കേണ്ട പുകഴ്ച മുഴുവനും നാം പിതാവിന് കൊടുക്കണം. ഇന്നത് കേൾക്കുന്ന ഓരോ വ്യക്തികളും യേശു മുഖാന്തരം പിതാവിന് എന്തോരം പുകഴ്ച കൊടുക്കാം. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന, നിങ്ങളുടെ ആരാധനകൾ, കൂട്ടായ്മകൾ ഒന്നും കുറക്കരുത്. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പിതാവേ, ഞാൻ മരിച്ചു പോകേണ്ട വ്യക്തിയായിരുന്നു, ഞാൻ വണ്ടി അപകടത്തിൽപ്പെട്ട് തീരേണ്ടതായിരുന്നു, നീ എനിക്ക് ആയുസ് തന്നതാണ്, തന്ന ആയുസ് ഞാൻ ഉപയോഗിക്കും നിന്നെ പുകഴ്ത്തുവാൻ. ഒരു മീറ്റിംഗ് മുടക്കരുത്. ഇത് ശ്രദ്ധിക്കുന്ന മറ്റു സഭയിലുള്ളവരോട് പറയാം, നിങ്ങളുടെ ചർച്ചിലെ മീറ്റിങ്ങിന് സമയത്തിന് ചെല്ലണം, ദൈവത്തെ പുകഴ്ത്തണം. എല്ലാ പാട്ടും അറിയാവുന്നതാണെങ്കിലും അറിയാത്താണെങ്കിലും അവരോട് ചേർന്ന് പാടി ദൈവത്തെ പുകഴ്ത്തണം. ദൈവത്തോട് നന്ദിയുള്ളവരാകണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നീ കേട്ട വചനങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യുവാൻ, റോമാലേഖനത്തിലെ ഓരോ വാക്യങ്ങളും പ്രായോഗികമാക്കാൻ കേൾക്കുന്നവർക്ക് കൃപ കൊടുക്കണം. ഞങ്ങളെ സഹായിക്കണം. പുത്രൻ മുഖാന്തരം ലഭിച്ചിരിക്കുന്ന പിതാവിന് ലഭിക്കേണ്ട പുകഴ്ചകൾ പലപ്പോഴും ഞങ്ങൾ തരാറില്ല. ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ രക്തം കൊണ്ട് ഒന്നുകൂടി കഴുകാൻ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കും. ഓരോ ദിവസം കഴിയുന്തോറും ക്രിസ്തുവിൽ ജീവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. റോമാലേഖനത്തിലൂടെ നമ്മുടെ ജീവൻ സമൃദ്ധിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ ബലപ്പെടാം. നമുക്ക് ഓരോ ദിവസവും ക്രിസ്തുവിൽ ശക്തരാകാം. ഗോഡ് ബ്ലസ് യു.
അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം നീക്കി. അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ